ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 പുറത്തിറങ്ങിയ ഗുരുതുണ്ട സീതാകലം എന്ന തെലുങ്ക് മൂവിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നായകനൊരു പ്രണയം വരുന്നു. പഠിത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കാമെന്ന് നായകൻ തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടി കുറച്ച് റിച്ച് ആയതുകൊണ്ടും അവളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് നായകൻ ചേരാത്തതുകൊണ്ടും ആ റിലേഷൻ അവിടെ ബ്രേക്ക് ആവുന്നു. അതിനുശേഷമാണ് നായകന്റെ ജീവിതത്തിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയി നായിക കടന്നു വരുന്നത്. അതിനുശേഷം നായകന്റെ ജീവിതം തന്നെ മാറി മറിയുവാണ്. എന്നാൽ ഫൈനലി നായകൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതെന്തായിരുന്നു? അത് അവരുടെ ജീവിതത്തിന് എങ്ങനെ ബാധിച്ചു, അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പൊ ഇനി പറഞ്ഞധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അങ്ങ് സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് സത്യദേവ് എന്ന് പറയുന്ന നായകനെ കാണിക്കുന്നു. നായകനിപ്പം എങ്ങോട്ടോ ഒരു സോളോ ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു സ്ഥലത്ത് നമ്മുടെ നായകനാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു. അങ്ങനെ നായകൻ അവിടെ ഇറങ്ങി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാനിപ്പൂരി കടയുണ്ടായിരുന്നു. അവിടെ ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറെ പാനിപ്പൂരി വാങ്ങി തിന്നുന്നത് നായകൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടത് നായകൻ പെട്ടെന്ന് അവന്റെ ഭാര്യനെ പറ്റി ഓർക്കുന്നു. അങ്ങനെ നായകൻ അവളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അവൾ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാനിപ്പൂരി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവൾ അവിടെയുള്ള വാഷ്റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ആ പരിസരത്തിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണെങ്കിൽ അവളെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതും അവൾ വാഷ്റൂമിലേക്ക് പോയതിന് പുറകെ അവന്മാരും അവിടേക്ക് പോകുന്നതും നായകൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇപ്പൊ എന്തോ ഒരു അപകടം നടത്ത നമ്മുടെ നായകൻ അവന്മാരുടെ പുറകെ അവിടേക്ക് പോവാണ്. ആക്ച്വലി അവന്മാരുടെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി വാഷ്റൂമിൽ കയറുന്ന സമയത്ത് അത് ഫോണിൽ റെക്കോർഡ് ചെയ്യാനായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതിന് ശ്രമിക്കുന്നവരെ നായകൻ കൈയോടുകൂടി പിടിക്കുന്നു. അവന്മാർക്കിട്ട് നല്ല തല്ല് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ദിവ്യനെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ദിവ്യ നായകനോട് നന്ദി പറയുന്നു. അങ്ങനെ നായകനുമായിട്ട് അവിടെ വെച്ച് അവൾ പരിചയപ്പെടുന്നു. അവളൊരു എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. ട്രാവൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണെന്ന് അവൾ ഈ സമയം നായകനോട് പറയുന്നുണ്ട്. അല്ല, ചേട്ടൻ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ നായകനോട് അവൾ ചോദിക്കുന്ന സമയത്ത് നായകൻ പോകുന്ന സ്ഥലം അവൻ പറയുന്നു. ആ കൊള്ളാലോ, ഞാനും അങ്ങോട്ടാ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ടാക്സി ഒഴിവാക്കിയിട്ട് ചേട്ടന്റെ കൂടെ വരാം, എന്നെ ആ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ അവൾ പറയുന്ന സമയം അത് വേണമെന്ന് നായകൻ ചോദിക്കുന്നു. വേണമെന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ ടാക്സി ഒഴിവാക്കി ലഗേജ് എടുത്ത് നായകന്റെ വണ്ടിയിൽ കയറുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. ദിവ്യന്റെ ഒരു ആവത്ത സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നായകന്റെ ക്യാരക്ടർ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സോ നായകനുമായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നായകനോടൊപ്പം അവൾ കയറി പോയത്. അങ്ങനെ ഈ യാത്രക്കിടയിൽ അവർ തമ്മിൽ ഒരുപാട് സംസാരിച്ച് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദിവ്യ അവനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടന്റെ പ്രണയമൊന്നും ഇല്ലേന്ന്. ഇത് കേൾക്കുന്ന നായകൻ അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ചെറുപ്പത്തില് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രശാന്തിന് അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനോട് പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടിക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. പ്രശാന്തിന് ഇംഗ്ലീഷ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി അവൻ നായകനെയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ മടിച്ചാണെങ്കിലും നായകൻ പോയിട്ട് ഈ കാര്യം പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവന്റ് ആയ പെൺകുട്ടി കടിച്ചാ പൊട്ടാത്ത കുറച്ച് സെന്റൻസ് നായകനോട് തിരിച്ചു പറയുന്നു. പാവം നമ്മുടെ നായകനൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് അവരുടെ ക്ലാസ്സിലെ ടോപ്പറായ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് നായകൻ ചോദിക്കുന്നു. ആ പെൺകുട്ടിക്ക് വേറെ പ്രണയമുണ്ട്. സോ പ്രശാന്തിന്റെ പ്രണയത്തിനോട് താല്പര്യമില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞതെന്ന് ഈ സമയം നീതു അവന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രശാന്തിന്റെ പ്രണയം പൊളിഞ്ഞെങ്കിലും ഇതിനുവേണ്ടി നീതുവായിട്ട് പരിചയപ്പെട്ട നായകന് നീതുവിനോട് പ്രണയം തോന്നാൻ തുടങ്ങുന്നു. അങ്ങനെ കുറെ നാള് ആ ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഒരു ഘട്ടത്തില് അത് അവളോട് തുറന്നു പറയാമെന്ന് വിചാരിച്ച് നായകൻ അത് അവളോട് തുറന്നു പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞ അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് പ്രണയമൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്നും പറഞ്ഞ് അവൾ അത് റിജക്ട് ആക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നായകൻ അവളെ ശല്യപ്പെടുത്താൻ പോയിട്ടുമില്ല. അങ്ങനെ നായകൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ദിവ്യയാണെങ്കിൽ അത്രേ ഉള്ളൂ, പിന്നെ വേറെ പ്രണയൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ ചോദിക്കുന്നു. ശരിക്കും ദിവ്യ ഇങ്ങനെല്ലാം ചോദിക്കാൻ കാരണം നായകന്റെ ക്യാരക്ടർ അവൾക്ക് വല്ലാതെ ഇഷ്ടമായോണ്ട് നായകനെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ വേറെ പെണ്ണൊന്നും ഇല്ലെങ്കിൽ നൈസായിട്ട് അവൾക്ക് കയറി ഗോൾ അടിക്കാലോ, അതിനു വേണ്ടിയാണ്. ഈ സമയം നായകൻ അവന്റെ അടുത്ത ലവ് സ്റ്റോറി പറയാൻ തുടങ്ങുവാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴും നായകന്റെ കൂടെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രശാന്ത് ഉണ്ടായിരുന്നു. പ്രശാന്ത് ആ സമയത്ത് ഗീത എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയമായിരുന്നു. എന്നാൽ നായകൻ എപ്പോഴും ഒരൊറ്റ സിംഗിൾ ആയിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് നായകന്റെ ആ കോളേജിലേക്ക് അമ്മു എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെണ്ണ് വരുന്നത്. അവളെ കണ്ടപ്പോ തന്നെ നായകനാണെങ്കിൽ ഒരുപാട് ഇഷ്ടം തോന്നുവാണ് അവളോട്. അങ്ങനെ നായകന് കാര്യം പ്രശാന്തിനോടും ഗീതയോടൊക്കെ പറയുന്നു. അതുപോലെ എത്രയും വേഗം അവളെ ഇംപ്രസ് ചെയ്ത് അവളെ വളച്ചെടുക്കണമെന്നും നായകൻ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ അതിനുവേണ്ടി പിന്നീട് അങ്ങോട്ട് നായകൻ ഒരുപാട് ശ്രമിക്കാൻ തുടങ്ങുന്നു. അമ്മു എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ നല്ല ജാട ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാലും നായകനാണെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് എങ്ങനെയെങ്കിലും അവളെ സെറ്റ് ആക്കാൻ വേണ്ടി. അങ്ങനെ അവളുടെ ബർത്ത്ഡേന്റെ അന്ന് അവളുടെ വീടിന് മുമ്പിലായിട്ട് വലിയൊരു സർപ്രൈസ് എല്ലാം നായകൻ അവൾക്ക് വേണ്ടി ഒരുക്കുന്നു. എന്നാൽ അതൊക്കെ കണ്ടിട്ടും അവളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല നായകനെ. അങ്ങനെ കുറെ നാൾ ഈ ഒരു രീതിക്ക് നടന്നു കഴിഞ്ഞ് നായകനാണെങ്കിലും മടുക്കുന്നു. കാരണം അവളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നായകനാണെങ്കിൽ പിന്നീട് അവളെ പുറകെ നടക്കാതെ അവന്റേതായ കാര്യങ്ങൾ നോക്കി നടക്കാൻ തുടങ്ങുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അത് നിർത്തിയ ഏതൊരു പെണ്ണാണെങ്കിലും അത് നോട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് അമ്മു അത് നോട്ട് ചെയ്യുന്നു. അങ്ങനെ നായകൻ ഈ ഒരു രീതിക്ക് അവളെ നോട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ അവൾ ആ കോളേജിൽ നായകനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതായത് നായകന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ചുമ്മാ ഫ്ലേട്ട് ചെയ്ത് നടക്കുന്ന ചെക്കനാണോ, ഈ ഒരു രീതിക്കൊക്കെ അവൾ അന്വേഷിക്കുവാണ്. എന്നാൽ നായകൻ ഒരു ഡീസന്റ് ആണെന്ന് അവിടെയുള്ള ബാക്കി ആൾക്കാര് അമ്മുവിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാലും നായകന്റെ ക്യാരക്ടർ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ നായകൻ നമ്പർ ഒപ്പിച്ച് അവൾ നായകന് ചുമ്മാ ഒരു മെസ്സേജ് അയക്കുന്നു. അവളുടെ നമ്പർ നായകന്റെ കയ്യിൽ
ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മെസ്സേജ് കാണുമ്പോൾ ഇതാരെയും മെസ്സേജ് അയക്കുന്നതെന്ന് നായകൻ ആലോചിക്കുവാണ്. തിരിച്ച് മെസ്സേജ് അയക്കാൻ മെസ്സേജ് ഓഫർ ഇല്ലാത്തതുകൊണ്ട് നായകനാണെങ്കിൽ അപ്പൊ അത് വിടുകയും ചെയ്യുന്നു. അങ്ങനെ താനൊരു മെസ്സേജ് അയച്ചിട്ട് കൂടി തനിക്ക് റിപ്ലൈ തരാതാവുന്ന സമയത്ത് അമ്മു വിചാരിക്കുന്നു അപ്പൊ നായകൻ ഒരു കോഴിയല്ല, ആൾക്കാർ പറയുന്ന പോലെ ഒരു ഡീസന്റ് പയ്യനാണെന്ന്. അങ്ങനെ അവൾക്ക് നായകനെ ഇഷ്ടമാവാൻ തുടങ്ങുന്നു. അങ്ങനെ അടുത്ത ദിവസം അവള് നായകനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു. ഇന്നലെ ഞാനാണ് തന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്, താനെന്താ റിപ്ലൈ തരാത്തതെന്നൊക്കെ അവൾ ചോദിക്കുന്ന സമയം നായകൻ കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ട് സംസാരിക്കുന്നു. അതിനുശേഷം അവര് കൂടുതൽ എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവര് പ്രണയത്തിലാവുകയാണ്. അങ്ങനെ അവരുടെ കോളേജ് ലൈഫ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയർ എത്തുന്ന സമയത്ത് അമ്മു നായകനോട് പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരു നോർമൽ ഫാമിലി അല്ല എന്റേത്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. സോ നിന്നെ എന്റെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്ക് നല്ലൊരു ജോലിയെങ്കിലും വേണം. സോ ക്ലാസ് കഴിയുന്നതേ ഏതെങ്കിലും ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എവിടെയെങ്കിലും പ്ലേസ് ആവാൻ നോക്കണമെന്ന്. ഇത് കേൾക്കുന്ന നായകന് അമ്മുവിനെ സ്വന്തമാക്കണല്ലോ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അവൻ അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുന്നു. അങ്ങനെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ തന്നെ അവനൊരു ജോലി കിട്ടുവാണ്. എന്നാൽ അവിടെ അവൻ ഉണ്ടായിരുന്നത് 22,000 രൂപ സാലറി ആയിരുന്നു. അങ്ങനെ ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം നായകൻ അമ്മുവിനോട് പറയുന്നു, ഇനി നീ ഇത് വീട്ടിൽ അവതരിപ്പിച്ചോളാം. അങ്ങനെ അവളത് വീട്ടിൽ പറയുന്ന സമയത്ത് നായകന് 22,000 രൂപയാണ് സാലറി എന്ന് അറിയുമ്പോൾ അവളോട് അവളുടെ അമ്മ പറയുന്നു, മോളെ നിനക്കൊരു മാസത്തേക്കുള്ള മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ പോലും അവന്റെ സാലറി കൊണ്ട് തികയില്ല. സോ ഇങ്ങനെ ഒരു റോങ് പേഴ്സണെ സെലക്ട് ചെയ്ത് നീ നിന്റെ ലൈഫ് സ്പോയിൽ ആക്കില്ലെന്ന്. ഇത് കേൾക്കുന്ന അമ്മുവിനും അത് ശരിയാണെന്ന് തോന്നുവാണ്. അങ്ങനെ അവൾ ഇത് വന്ന് നായകനോട് പറയുന്നു, ഇടി നിനക്ക് വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടാനും ഞാൻ ഓക്കെയാണ്. കൂടുതൽ സാലറി കിട്ടാനോ ഓറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം മറ്റൊരു നല്ല ജോലിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. എല്ലാം നമുക്ക് നോക്കാം, എല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് നായകൻ വീണ്ടും അമ്മുവിനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ കുറെ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കേറി കമ്പനിയിൽ ഓറ്റിയൊക്കെ ചെയ്ത് നായകൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം പ്രശാന്തും ഗീതയും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കമ്പനിയുണ്ട്, അവിടേക്ക് നായകൻ മാറുവാണ്. അവിടേക്ക് മാറുന്ന സമയത്ത് നായകന് കുറച്ച് സാലറി കൂടുതൽ കിട്ടാൻ തുടങ്ങുന്നു. അങ്ങനെ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ അവന്റെ സേവിങ്സ് എല്ലാം വെച്ചിട്ട് ഒരു കാറ് വാങ്ങുന്നു. അമ്മുവിന്റെ ഫാമിലിന്റെ മുമ്പിൽ ഒരു വില കിട്ടാൻ വേണ്ടിയാണ് നായകൻ ഇങ്ങനെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം അമ്മുവിന് അവളുടെ അച്ഛൻ ഒരു BMW കാറ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ അമ്മുവിനെ കാണിക്കാൻ വേണ്ടി നായകൻ അവന്റെ കാറുമായിട്ട് വരുന്ന സമയം അമ്മു ആണെങ്കിൽ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ കാറ് അവനെ കാണിക്കാനും വരുന്നു. അങ്ങനെ ഇപ്പൊ ബ്രാൻഡ് ന്യൂ BMW കാറ് കാണിച്ച് നായകനോട് ഈ കാർ അങ്ങനെയാണ്, ഈ കാർ എങ്ങനെയാണ്, ഇത്ര പൈസയായി, അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണെന്നൊക്കെ പറഞ്ഞ് അമ്മു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനിടയിൽ പാവം നമ്മുടെ നായകൻ കഷ്ടപ്പെട്ട് വാങ്ങിയ കാറ് ഒന്ന് കാണാനോ അതിലൊന്ന് കയറാനോ പോലും അവൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു. എന്നാലും നായകനെ വിഷമമൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകന്റെയും പ്രശാന്തിന്റെയും ഗീതന്റെയും ടീമിലേക്ക്, അതായത് അവരുടെ കമ്പനിയിലേക്ക് നിധി എന്ന് പറയുന്ന ഒരു പെണ്ണും കൂടി ചേരുന്നത്. ഇവളാണ് നമ്മുടെ മൂവിലെ നായിക. അങ്ങനെ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതോടെ ഇവരുടെ ടീമിലേക്ക് ആയതോടെ അവൾ ഇവരുമായിട്ട് നല്ല ക്ലോസ് ആവുന്നു. അങ്ങനെ ഇവരിൽ ഒരാളായി മാറിയതോടെ നായകന്റെ പ്രണയത്തിനെ പറ്റിയും അവന്റെ ലവ് സ്റ്റോറിനെ പറ്റിയെല്ലാം നിധി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ദിവസം അമ്മു നായകനെ അവളുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണ ഫംഗ്ഷന് വിളിക്കുവാണ്. അങ്ങനെ നായകൻ അവിടേക്ക് പോകുന്ന സമയത്ത് നായകൻ അവന്റെ ഗ്യാങ്ങിനെ, അതായത് പ്രശാന്തിനെയും ഗീതേനെയും നിധിനെയും എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഫംഗ്ഷനിൽ വെച്ച് നായകൻ അവന്റെ ഗ്യാങ്ങിനെ അമ്മുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ കാരണത്തിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കാവുന്നുണ്ട്. അങ്ങനെ വഴക്കാവുന്ന സമയത്ത് അമ്മു നായകനോട് പറയുന്നു, എന്റെ സോഷ്യൽ സ്റ്റാറ്റസുമായിട്ട് നീ ഒട്ടും ചേരില്ല, അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് നിർത്താന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായകന് ദേഷ്യം വരുന്നു. അങ്ങനെ നായകൻ അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവിടുന്ന് അടുത്ത 2 ദിവസം അമ്മു നായകനെയും വിളിക്കുന്നില്ല, നായകൻ അമ്മുവിനെയും വിളിക്കുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെയുള്ള പിണക്കങ്ങളെല്ലാം അവരുടെ ഇടയിൽ ഉണ്ടാകാറുള്ളതാണ്. സോ ഇതും അങ്ങനെയായിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് അവൾ വിളിക്കുമെന്ന് നായകൻ വിചാരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. എന്നാൽ അവൾ വിളിക്കുന്നേ ഇല്ല. ഈ സമയം പ്രശാന്ത് ആണെങ്കിൽ നായകനെ വന്ന് സമാധാനിപ്പിക്കുന്നു. കാരണം നായകൻ ആകെ സാഡായിരുന്നു. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നായകൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് തന്നെ അവളെ അങ്ങ് പെട്ടെന്ന് വിടാൻ അവന് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പിണക്കമെല്ലാം മാറ്റിവെച്ച് അവളെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് നായകൻ അവളുടെ അടുത്തേക്ക് എത്തുവാണ്. എന്നിട്ട് അവളോട് അന്ന് ദേഷ്യപ്പെട്ടെല്ലാം മാപ്പ് ചോദിച്ച് നായകൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലേ നമ്മൾ തമ്മിലൊട്ടും ചേരില്ലാന്ന്, എന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാളല്ല നീ, അതുകൊണ്ട് ഇനി എന്റെ പുറകെ നടന്ന് നീ എന്നെ ശല്യപ്പെടുത്തില്ലെന്നും പറഞ്ഞ് അവനെ ടോട്ടലായി ഇഗ്നോർ ചെയ്ത് അവൾ അവിടുന്ന് പോകുന്നു. ഈ ഒരു കാരണം കൊണ്ട് നായകൻ ഒരു ഡിപ്രഷനിലേക്ക് പോവാണ്. ഈ സമയത്തെല്ലാം നായകനെ സമാധാനിപ്പിക്കുന്നത് അവന്റെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അവനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൺവേർട്ട് ആക്കാൻ വേണ്ടി പ്രശാന്തും ഗീതയും കൂടി ഒരു കാര്യം ചെയ്യുന്നു. അവരുടെ ടീമിലേക്ക് പുതുതായിട്ട് വന്നു ചേർന്ന നിധി എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളെ നായകനുമായിട്ട് സെറ്റാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നായകനെ നിധിനെയും ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു ഡിന്നറിന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവരവിടെ മീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശാന്ത് ആണെങ്കിലും നായകനെ കോൾ ചെയ്യുന്നു. അപ്പൊ നിന്റെ ടേബിളിലേക്ക് ഒരു ബൊക്കയും ഒരു റിങ്ങും വരും, അത് കൊടുത്ത് നീ നേരെ അങ്ങ് അവളെ പ്രപ്പോസ് ചെയ്യ്, അവളൊരു നല്ല കുട്ടിയാ, നിനക്ക് സെറ്റ് ആവുന്നൊക്കെ അവൻ പറയുവാണ്. ഇത് കേൾക്കുന്ന നായകനാണെങ്കിൽ ആകെ കൈയും കാലും വിറയ്ക്കുന്നു. എടാ നീ എന്തൊക്കെയാ പറയുന്നത്, ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് അവൻ പറയുവാണ്. നീ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, അതൊക്കെ പറ്റും. ഇങ്ങനെല്ലാം പറഞ്ഞ് പ്രശാന്ത് നിർബന്ധിച്ച് കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം ഒരു പേടി മനസ്സിലുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ നായകൻ പ്രശാന്ത് പറഞ്ഞോലെ ആ ബൊക്ക കൊടുത്ത് ആ റിങ് അവളെ നേരെ നീട്ടി നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ശരിക്കും നായകനെ നായികയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മുവായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നായകൻ അവളെ ആലോചിച്ച് എത്രമാത്രം വിഷമിച്ചിരുന്നു, എന്തുമാത്രം വിഷമം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രശാന്തിനെയും ഗീതനെ പോലെ തന്നെ ഇവൾക്കും അറിയായിരുന്നു. അതെല്ലാം കണ്ടതോടെ ഇതുപോലെ ജെന്യൂനായിട്ട് പ്രണയിക്കുന്ന ഒരു പയ്യനെ നായികയ്ക്ക് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇപ്പൊ റിങ് കൊടുത്ത് നായകനവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവൾ കൈ നീട്ടി കൊടുക്കുവാണ്. അങ്ങനെ നായകൻ കൈയിലേക്ക് റിങ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ സെറ്റായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ ലവ് സ്റ്റോറി നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു. നിധിയായിട്ട് റിലേഷനിലായതിനു ശേഷം നായകനാണെങ്കിൽ പഴയപോലെ നല്ല ഹാപ്പിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് പ്രശാന്തിനും ഗീതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട്
നായകനും നായികയും സമയം കിട്ടുമ്പോഴെല്ലാം പുറത്തു പോകുന്നു, ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നു. അങ്ങനെ മൊത്തത്തില് അവര് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകൻ നായികനോട് ചോദിക്കുന്നു, എന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന്. ഇത് കേൾക്കുന്ന നായിക പറയുകയാണ്, താൻ അമ്മുവിനെ പ്രണയിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയായിരുന്നു. നിന്നെ തള്ളി പറഞ്ഞ, നിന്നെ കുറ്റം പറഞ്ഞ, നിന്നെ അപമാനിച്ചൊരു പെണ്ണിനെ നീ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ കണ്ടതാണല്ലോ. അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണെത്തിയ അവളെ നീ എങ്ങനെ നോക്കൂന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവൾ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ നായകന് ഒരുപാട് സന്തോഷം തോന്നി. അതിനുശേഷം അവരാണെങ്കിൽ അടുത്തുള്ള ഒരു പാനിപ്പൂരി കടയിൽ പോയിട്ട് പാനിപ്പൂരി എല്ലാം കഴിക്കുവാണ്. കാരണം നായികയ്ക്ക് പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരുന്നു. എത്ര കിട്ടിയാലും അവൾ അത് കഴിക്കുമായിരുന്നു. ഈ ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ദിവ്യ പാനിപ്പൂരി കഴിക്കുന്ന സമയത്ത് നായകൻ അവളെ അങ്ങനെ നോക്കി നിന്നത്. തിരിച്ച് കഥയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ നായകന്റെയും നായികന്റെയും ജീവിതം വളരെ നന്നായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നായകന്റെ ബർത്ത്ഡേ വരുന്നു. അത് നായകൻ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ഈ സമയം അവളുടെ കയ്യില് അവന്റെ കൈ കോർത്തു പിടിച്ച് നായകൻ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് അവൻ അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നു. ഇത് അവന്റെ പഴയ കാമുകിയായ അമ്മു കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട അമ്മുവിനാണെങ്കിൽ പൊസസീവ് ആവുന്നു. അങ്ങനെ അമ്മു അടുത്ത ദിവസം അവനെ വിളിക്കുന്നു. എന്നിട്ട് എനിക്ക് നിന്നെ അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറയുവാണ്. അങ്ങനെ നായകൻ ഈ കാര്യം അവന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. പ്രശാന്തും ഗീതയും ഇനി അവളുടെ അടുത്തേക്ക് പോകണ്ടെന്ന് പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായിക പറയുന്നത്, എന്തിനാ പോവാതിരിക്കുന്നേ, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയണ്ടേ, സോ നീ പോയി നോക്കുന്നു പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ നിർബന്ധിക്കുന്നുണ്ട് നായകൻ അവളെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അമ്മുവിനെ പോയി കാണുന്ന സമയത്ത് അമ്മു ആണെങ്കിൽ നമുക്ക് പാച്ചപ്പ് ആവാം, അന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്, നീ പണ്ടത്തെ പോലെ തന്നെ ഇനി എന്റെ ലൈഫിൽ വേണമെന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ വിറ്റ കേസ് പിന്നെയും പിടിക്കാൻ തോന്നുന്നില്ല. അതായത് അവളോടുണ്ടായിരുന്ന ഒരു ഇഷ്ടമൊക്കെ നായകന് മാറിപ്പോയി. കാരണം അവളുടെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നോ. എന്തായാലും അവള് പാച്ചപ്പ് ആവാന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി ഒന്നും അപ്പൊ കൊടുക്കാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് നായകൻ അവൻ തിരിച്ചു പോരുന്നു. അടുത്ത സീനില് അവനവന്റെ ഗ്യാങ്ങിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം പറയുവാണ്. നിനക്ക് അപ്പൊ തന്നെ നോ പറയത്തില്ലായിരുന്നു എന്ന് പ്രശാന്തും ഗീത അവനോട് ചോദിക്കുന്നു. എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട നായിക പറയുവാണ്, പ്രശാന്ത് ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. നീ അവളുടെ കൂടെ പാച്ചപ്പ് ആയാൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിന്റെ മനസ്സ് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. നീ അവളെ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് പ്രണയിക്കുന്നതാണ്. എന്നാൽ നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. സോ 4 കൊല്ലമാണോ 4 മാസമാണോ വലുതെന്ന് ചോദിച്ചാൽ 4 കൊല്ലം തന്നെയാണ് വലുത്. അതാണ് ഞാൻ പറയുന്നത്. നിനക്ക് അവളുമായിട്ട് പാച്ചപ്പ് ആവണമെങ്കിൽ ആവാം, എനിക്ക് സങ്കടം ഉണ്ടാവും, പക്ഷെ ഞാനത് ഇന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ആയിക്കോളാം. സോ നീ ഒരു തീരുമാനം എടുക്കാനൊക്കെ അവള് പറയുന്നു. ഇത് കേട്ടത് നായകനാണെങ്കിൽ പെട്ടെന്ന് അവന്റെ ഫോൺ എടുക്കുന്നു. എന്നിട്ട് അമ്മുവിനെ കോൾ ചെയ്തിട്ട്, അമ്മു നീതി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ അവളുമായിട്ട് പ്രണയത്തിലായിരുന്നു. നീയുമായിട്ടുള്ള 4 കൊല്ലത്തെ പ്രണയം പോലെയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ മൂല്യമുള്ള ഒരു റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. നീയുമായിട്ട് പ്രണയത്തിലുണ്ടായിരുന്ന ആ 4 കൊല്ലം എനിക്ക് കിട്ടാത്ത സ്നേഹവും കരുതലല്ല ഈ 4 മാസം കൊണ്ട് നിധിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവളെ തന്നെ മതി, നിന്നെ വേണ്ട. ഇത് കേൾക്കുന്ന സമയത്ത് അമ്മു ആണെങ്കിൽ നായകനോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ നീ എന്നെ ഒഴിവാക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞാനല്ല, നീ എന്നെയാണ് ഒഴിവാക്കിയത്. നീ അന്ന് പറഞ്ഞ പോലെ നിന്റെ സ്റ്റേറ്റസിന് പറ്റുന്ന ഒരു പയ്യനെ നിനക്ക് വേറെ കിട്ടും. അതുകൊണ്ട് എത്രയും വേഗം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നോക്കുന്നും പറഞ്ഞ് നായകനാണെങ്കിൽ കോളും കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം നായകൻ ഫ്ലാഷ് ബാക്കിലൂടെ ദിവ്യനോട് പറഞ്ഞു തരുന്ന സമയത്ത് എന്നിട്ടോ ബാക്കി എന്തായിന്ന് ദിവ്യ ആകാംക്ഷയോട് കൂടി നായകനോട് ചോദിക്കുന്നു. എന്നിട്ടെന്താവാൻ? അതിനുശേഷം ഞാൻ അവളെ അങ്ങ് കെട്ടി. അതെ, പിന്നെ വെച്ച് താമസിപ്പിക്കാതെ നായകൻ നായികനെ കല്യാണം കഴിച്ച് അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം തുടങ്ങുവാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് നായികയാണെങ്കിൽ പ്രഗ്നന്റ് ആവുന്നു. ഈ കാര്യം അറിയുന്ന സമയത്ത് നായകൻ ഒരുപാട് സന്തോഷിക്കുവാണ്. നായിക പ്രഗ്നന്റ് ആയതിനു ശേഷം നായകനാണെങ്കിൽ അവളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു. വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഹെൽത്ത് എല്ലാം നോക്കാൻ പറയുന്നു. എന്നാൽ വീട്ടിൽ അങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻസിന്റെ ടയർഡ്നെസ് വരുന്നോളം വരെയെങ്കിലും എനിക്ക് ഓഫീസിൽ പോകണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇത് കേൾക്കുന്ന നായകൻ ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചു നാള് അവൾ വീണ്ടും ഓഫീസിൽ പോകുന്നു. അങ്ങനെ പ്രഗ്നൻസിന്റെ ടയർഡ്നെസ് എല്ലാം വരാൻ തുടങ്ങുന്ന സമയത്ത് ഇനി പോകണ്ടെന്ന് നായകൻ അവളോട് പറയുന്നു. അങ്ങനെ അവള് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നു. അങ്ങനെ നായകനും അവന്റെ ഫ്രണ്ട്സും നായിക എല്ലാം കൂടി ആ സന്തോഷം ആഘോഷിക്കുവാണ്. അങ്ങനെ അവരുടെ ലൈഫ് ആ ഒരു രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പ്രമോഷൻ എല്ലാം കിട്ടി നായകൻ നല്ല തിരക്കാവുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടായിരുന്നു നായകൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന വൈഫിന് കുറെ ടൈം അവളുടെ ഭർത്താവിനോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവില്ലേ. ഒരു ദിവസം നായികയാണെങ്കിൽ ഈ കാര്യം നായകനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നായകൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു. അവളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവരറിയുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ കുഞ്ഞിനെ നായികയ്ക്ക് നഷ്ടമാവുന്നു. അങ്ങനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് കാരണം അന്വേഷിക്കുന്ന സമയത്ത് അവളെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയുവാണ് നിധിക്ക് ക്യാൻസർ ഉണ്ടെന്ന്, അവളിപ്പോ 3rd സ്റ്റേജിലാണെന്ന്. ഈ ഒരു കാരണം കൊണ്ടാണ് അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടമായത്. അങ്ങനെ ഇതറിയുന്ന സമയത്ത് അവർ രണ്ടുപേരും അകത്ത് തകർന്നു പോകുന്നു. എത്രയും വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, നായകന്റെ ഹെൽത്തിന് ആപത്താണെന്നൊക്കെ ഡോക്ടർ പറയുന്ന സമയം അതിനുവേണ്ട ട്രീറ്റ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവളുടെ ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടത്തിലും നായകൻ അവളുടെ കൂടെ ഇരുന്ന് അവളെ അത്രയധികം കെയർ ചെയ്യുവാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നായികയ്ക്കാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ തുടങ്ങുന്നു. ഈ സമയം നായകനാണെങ്കിൽ അവളുടെ മുടിയെല്ലാം മൊട്ടയടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നായകന്റെ ആരോഗ്യസ്ഥിതിയിൽ മാത്രം ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നായകൻ അപ്പോഴും അവൾക്ക് ധൈര്യം കൊടുക്കുമായിരുന്നു. നിന്റെ എല്ലാ അസുഖം മാറും, നമ്മൾ പഴയ പോലെ വീണ്ടും ജീവിക്കും. എന്നാൽ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ അതിൽ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം അവളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ പോകുന്നെന്നുള്ളത് ആരെക്കാളും അവൾക്കറിയായിരുന്നല്ലോ. നായകന്റെ ഈ അവസ്ഥയിൽ നായകനെ പോലെ തന്നെ സങ്കടം ഉണ്ടായിരുന്നു. അവരുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന പ്രശാന്തിനും ഗീതയ്ക്കും. അങ്ങനെ കുറെ നാളും കൂടി അവർ നോക്കുന്നു. എന്നിട്ടും ആരോഗ്യസ്ഥിതി ഒട്ടും പ്രോഗ്രസ് ആവാത്ത സമയത്ത്
നായകനോട് പറയുന്നു, ദേവ് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിലെ എന്റെ അവസാന നിമിഷങ്ങൾ നിന്നോടൊപ്പം നമ്മുടെ വീട്ടിൽ എനിക്ക് ചെലവഴിക്കണമെന്ന്. ഇത് കേൾക്കുന്ന നായകൻ അവളുടെ ആഗ്രഹത്തിനൊക്കെ പറയുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളെ കൊണ്ട് നായകൻ നേരെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നായകനോട് പറയുന്നു, നീയുമായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി നിന്നോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. നിന്റെയും വലിയ ആഗ്രഹമായിരുന്നില്ല അത്. ഇനി ഞാൻ ഈ ലോകം വിട്ടു പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എങ്ങനെയെന്നറിയാവോ? നിന്റെ ഈ ചിരിയിലൂടെ. സോ ഇനിയും നിന്റെ ലൈഫിൽ നീ ഹാപ്പി ആയിട്ടിരിക്കണം. നിന്റെ മുഖത്ത് എപ്പോഴും ഈ ചിരി ഉണ്ടാവണം. നീ അതെനിക്ക് പ്രോമിസ് ചെയ്ത് തരണം എന്ന് നായിക പറയുന്ന സമയത്ത് നായകൻ അങ്ങനെ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ നമ്മുടെ നായകൻ ഇത്രയും കാര്യങ്ങൾ ദിവ്യനോട് പറഞ്ഞു തരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ദിവ്യ എന്നിട്ടിപ്പോ നിധി എവിടെയും ചോദിക്കുവാണ്. കാട്ടിത്തരാന്നും പറഞ്ഞുകൊണ്ട് നായകൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിധിനെ അവൾക്ക് കാട്ടിക്കൊടുക്കുന്നു. അതെ, നിധി മരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കല്ലറയാണ് ഇപ്പൊ ദിവ്യക്ക് അവൻ കാട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ദിവ്യ ആകെ സാഡായിട്ട് നിൽക്കുന്ന സമയത്ത് നായകനെ കല്ലറ നോക്കി പറയുകയാണ്, നോക്ക് നിധി, നിന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടി, നിന്നെ പോലെ തന്നെ ഇവൾ ഒരുപാട് പാനിപ്പുരി തിന്നും, നിന്നെ പോലെ ഒരുപാട് സംസാരിക്കും. നിന്നെ പറ്റി കേട്ടപ്പോ നിന്നെ കാണണമെന്ന് പറഞ്ഞു വന്നതാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കണ്ണു പറഞ്ഞുകൊണ്ട് ദിവ്യ നായകനോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുവെന്ന്. നിധി എന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞിരുന്നു, അവൾ എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എന്റെ മുഖത്ത് ഈ സ്മൈൽ ഉണ്ടാവണമെന്ന്. എന്റെ ചിരിയിലൂടെ ആയിരിക്കും അവൾ ജീവിക്കുക എന്ന്. അവൾക്ക് ഞാനന്ന് വാക്ക് കൊടുത്തിരുന്നു, എന്റെ മുഖത്ത് ഈ സ്മൈൽ ഉണ്ടാവുമെന്ന്. അതെനിക്ക് പാലിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നായകൻ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ദിവ്യ ചോദിക്കുവാണ്, ഇനി നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും പ്രണയിക്കുമെന്ന്. ഇത് കേൾക്കുന്ന നായകൻ പറയാണ്, ഇപ്പൊ നിധി എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ അവസാന പെണ്ണ് അവളായിരുന്നുവെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായകനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ദിവ്യ അവിടുന്ന് പോകുന്നു. ഇതോടുകൂടി ഈ മൂവി അവസാനിക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? വളരെ നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.